പിണറായി വിജയൻ ഇന്ന് വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ പൂക്കി മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് തേവര കോളേജിൽ നടന്നത്. അദ്ദേഹം പഠിച്ച ആ കോളേജിലാണെന്ന് തോന്നുന്നു. അതെ, പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. തേവര എസ് കോളേജിലാണ് നടന്നത്. വളരെ മോശമെന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. കാരണം മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ, അദ്ദേഹത്തെ ആർക്കും കാണാം, ആർക്കും അദ്ദേഹത്തോട് സംസാരിക്കാം, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അവരോട് മിണ്ടാതിരിക്കുക, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. പക്ഷേ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അലോഷ്യസ് ഇദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ കോളേജിൽ നടന്ന പരിപാടിയുടെ അവിടെ ചെന്നത്. അദ്ദേഹം സദസ്സിലിരിക്കുകയായിരുന്നു. അപ്പോൾ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അലോഷ്യസ് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കാണാൻ വേണ്ടിയാണ് നിന്നത്. അദ്ദേഹം കാണാൻ നിന്നാണ്. നേരത്തെ ഇന്നലെയൊക്കെ കാണാൻ സമയം ചോദിച്ചിട്ട് കൊടുക്കാഞ്ഞുകൊണ്ട് അദ്ദേഹം കാണത്തക്ക രീതിയിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ചെന്ന സമയത്ത് ഇദ്ദേഹം ഇയാളെ കാണാതെ കണ്ടിട്ടും കാണാത്ത പോലെ മൈൻഡ് ചെയ്യാതെ പോയി. ഒന്ന് ചിരിക്കുക പോലും ചെയ്തു. നമുക്ക് സാധാരണ അന്യരൊന്നും അല്ലല്ലോ. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതൃസംഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള കേരള സ്റ്റുഡൻസ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വി ഡി സതീശനൊപ്പം ഒരു MLA ആയിട്ട് ഇവിടെ കാണേണ്ട ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും ഇങ്ങനെ അവഗണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിണറായി വിജയന് പഠിക്കുകയാണ് സതീശൻ എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റും. സോഷ്യൽ മീഡിയയിൽ പലരും ഇപ്പോൾ അങ്ങനെയാണ് കളിയാക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം അലോഷ്യസ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന, അത് സോഷ്യൽ മീഡിയ പോസ്റ്റിനെതിരെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അത് പക്ഷേ ആ ഇഷ്ടക്കെടുക്കലും ഒരു പൊതു സ്ഥലത്ത് വെച്ചല്ല കാണിക്കേണ്ടത്. അദ്ദേഹം വിളിച്ചു വരുത്തണം. കാണാൻ അനുമതി വെച്ചിട്ട് കൊടുത്തതുമില്ല. നേരിട്ട് കണ്ടാൽ പറഞ്ഞ് സംസാരിച്ച് തീർക്കാന്നുള്ളതല്ലേ ഉള്ളൂ. കാരണം അത് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിലേക്ക് എന്തുകൊണ്ടാണ് ഈ പ്രവർത്തകർ നയിക്കപ്പെട്ടത്? മാത്രമല്ല മുഖ്യമന്ത്രി അതിന് അനുമതി നൽകാതിരിക്കുകയും കണ്ടമിണ്ടാതെ പോകുമ്പം ഇപ്പോൾ ഈ പ്ലീഡർ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. ആരോപണങ്ങൾ ശരിവെക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും. അതെ, ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. അതിപ്പം അലോഷ്യസ് സേവ്യർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സതീശന് അദ്ദേഹത്തെ ശാസിക്കാം, അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തും. ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞതിനുള്ള കാര്യം ഉണ്ടായിരുന്നു. VM സുധീരൻ എന്നെ ശാസിക്കാം, കാരണം അദ്ദേഹം എൻ്റെ സീനിയർ ആയിട്ടുള്ള ആളാണെന്ന്. അതുപോലെ അലോഷ്യസ് സേവ്യറും ജൂനിയർ ആണല്ലോ. ജൂനിയർ ആണെങ്കിൽ അത് ആ രീതിയിലാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ പാർത്ഥ്യമ സമ്മേളനത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ് KSU യൂണിറ്റ് പ്രസിഡന്റ് ആണോ ഗവൺമെന്റ് പ്ലീഡറെ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുക. അങ്ങനെ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായി മാറി. ഈ സതീശൻ്റെ വായിൽ നിന്ന് വീണ ഈ ഒരു ചോദ്യം അതാണ് ഇതിൻ്റെ കുഴപ്പത്തിലേക്ക്. അത് വലിയ തിരിച്ചടിയായി മാറി KSUവിനെ. കാരണം അവർ കോളേജ് ക്യാമ്പസുകളിൽ ഏതാണ്ട് നിഷ്പ്രഭമായി ഇല്ലാതെക്കൊണ്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു KSU. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവർക്ക് സാധിച്ചു. അങ്ങനെയുള്ള KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വരുമ്പോൾ മാത്രമല്ല KSUവിൻ്റെ പല ഭാരവാഹികൾ ഇത്തവണ മുൻ ഭാരവാഹികളൊക്കെ തന്നെ ജയിച്ചു വന്നിട്ടുണ്ട് അസംബ്ലിയിലേക്ക്. അഭിജിത്തും ഇവരെല്ലാവരും ജയിച്ചു വന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറിയെന്ന് മനസ്സിലാവുന്നില്ല. ഇവരെല്ലാവരും KSUവിൽ കൂടെ വന്നു തന്നെയാണല്ലോ, പഴയ KSUക്കാരാണല്ലോ. അല്ല, അത് വളരെ നാടകീയമായിട്ടാണ് അദ്ദേഹം അവിടെ പെരുമാറിയത്. ആരാണ് ഈ വി ഡി സതീശൻ പെരുമാറിയത്? കാരണം അലോഷ്യസ് സേവ്യർ അവിടെ എത്തും. അപ്പം എത്തിയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചാനൽ പടകൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഈ കാത്തു നിൽക്കുന്ന അലോഷ്യസിനെ തിരിഞ്ഞു നോക്കാതെ ഇദ്ദേഹം പോകുന്ന ദൃശ്യങ്ങൾ നമ്മുടെ TV ചാനലുകളിൽ വന്നിട്ടുണ്ട്. അലോഷ്യസ് സേവ്യറിനെ കണ്ടിട്ട് പറയാമായിരുന്നു, നമുക്ക് സംസാരിക്കാം, അതെ കാണാം എന്ന് പറഞ്ഞാൽ പോയാൽ മതിയായിരുന്നു, പ്രശ്നം തീർന്നു. അപ്പോൾ ഈ KSU യൂണിറ്റ് കമ്മിറ്റി ആണോ ഈ പ്ലീഡർ നിയമനത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതിനെതിരെ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ അനുമതി ചോദിച്ചത്. അദ്ദേഹത്തെ നേരിട്ട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയാണെന്ന് ഇയാൾ പറയുന്നുണ്ട്. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ല എന്നുള്ളതാണ്. അലോഷ്യസ് സേവ്യർ പറഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം ഞങ്ങളുടെ നിലപാട് ഇപ്പോൾ ഉറച്ചിരിക്കുന്നു, ഇനിയും മുഖ്യമന്ത്രി കാണാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അലോഷ്യസ് സേവ്യർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ പഠിച്ച രാഷ്ട്രീയം സമുന്നതരെ കാണുമ്പോൾ ചിരിക്കുക എന്നുള്ളതാണ്. പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. KSUക്കാരുടെ ചോരയും നീരുമാണ് ഈ സർക്കാർ. തെറ്റ് ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് തെറ്റാണ് ചൂണ്ടിക്കാണിച്ചത്. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഇനിയും തുടരുക തന്നെ ചെയ്യും. ഇതൊരു വിമർശനമായിട്ടൊന്നും കാണണ്ട. മുഖ്യമന്ത്രിയെ കാണാൻ കഴിയാത്തത് തെറ്റായി കാണുന്നില്ല. ഇനിയും മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുമെന്നും ഗവൺമെൻറ് പ്ലീഡർ വിഷയത്തിൽ എപ്പോൾ അദ്ദേഹത്തെ കാണുന്നു അന്നേരം ആശങ്കകൾ പങ്കുവയ്ക്കും എന്നും
അലോഷ്യസ് സേവ്യർ അസംതൃപ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നട്ടലുള്ള ആൺകുട്ടിയാണ്, ചുണക്കുട്ടിയാണ്. ഉറപ്പ്. കാരണം കുറേ കാലങ്ങളായി ഈ നേതാക്കന്മാർ പെട്ടിയെടുപ്പുകാരാണ് ഈ പോഷക സംഘടനക്കാരെന്നാണ് കോൺഗ്രസിൻ്റെ പോഷക സംഘടനകൾ വിശേഷിപ്പിച്ചിരുന്നത്. നമ്മൾ പിന്നീട് കണ്ടത് CPM-ന്റെ പോഷക സംഘടനകളെല്ലാം ഇതാ അവസ്ഥയാണ്. നേതാവിൻ്റെ പെട്ടിയെടുക്കുന്ന ഭാഗമാണ്. അവിടെ നിന്നാണ് KSU ഇപ്പോൾ ഒരു തിരിച്ചു വരവ് ശക്തമായ തോതിൽ നടത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ അലോഷ്യസ് സേവ്യർ പറഞ്ഞ കൃത്യമാണ്. ഇതിനാണ് ഈ നിലപാട് ഉറച്ചിരിക്കണം. കാരണം ഈ KSU എന്ന് പറയുന്ന പ്രസ്ഥാനം വയലാർ രവിയും ആൻ്റണിയും VM സുധീരനും ഉമ്മൻചാണ്ടിയൊക്കെ വന്ന് കൊണ്ടുവരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ വലിയ വമ്പന്മാരെ R ശങ്കറിനെ അതുപോലെയുള്ള ആളിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ കടന്നു വന്നത്. അതെ, ഇത് നമുക്കറിയാം. ഇപ്പം CPM-നകത്ത് തന്നെ ഒരിക്കൽ SFI-ക്കാർ വിമർശിച്ചു, സർക്കാരിനെ വിമർശിച്ച ഉടനെ അവരുടെ പ്രതികരണം എന്തായിരുന്നു CPM-ന്റെ? അത് അവരുടെ സ്വതന്ത്ര സംഘടന, അവർക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള ബാധ്യതയുണ്ട്, ഞങ്ങളോട് ഒപ്പം നിൽക്കുന്നവരല്ല എന്നാണ് ഇവർ പറയുന്നത്. അതായത് എന്തെങ്കിലും തള്ളി പറയേണ്ട ഘട്ടം വരുമ്പം CPM പറയുന്നത് അത് ഒരു സ്വതന്ത്ര സംഘടനയാണ്, അവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ, ഇതേ രീതിയിൽ ഇവർക്കും ചെയ്യാമല്ലോ. അത്രയേ ഉള്ളൂ, അവർക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. മാത്രമല്ല അന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ വലിയൊരു പോരാട്ടം നടത്തുന്നതിനാണ് KSU-ന്റെ നേതാക്കളെ വന്നവർക്ക് പിന്നീട് അധികാരത്തിൻ്റെ പല ഉന്നതങ്ങളിൽ ഇവരെല്ലാവരും വലിയ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയിലൊക്കെ ആയില്ലേ. അപ്പോൾ അന്നത്തെ നേതാക്കന്മാർ പക്ഷേ നേരെ തിരിച്ചായിരുന്നു. ഈ കടൽക്കിഴവന്മാരെല്ലാവരും ഇറങ്ങി പോകണം എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. ഈ പറയുമ്പോൾ അന്ന് R ശങ്കറിൻ്റെ വയസ്സ് 59 58-59 അത്രേ ഉള്ളൂ. എന്നിട്ട് സതീശന്റെ പ്രായം അതാണ്. എന്നിട്ട് ശങ്കർ ഇളയതാണ്. എന്നിട്ട് പോലും അവരെല്ലാവരും അംഗീകരിച്ചു. ഈ ചെറുപ്പക്കാർ ഇവരെല്ലാം മിടുക്കന്മാരാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. ഇവരെ പരമാവധി അവർ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അവരെല്ലാം കൈപിടിച്ച് കൊണ്ടുവന്ന അവരുടെ നേതാക്കളെ. ഇപ്പോൾ എന്തുകൊണ്ട് പുതുതായിട്ട് ഒരുപാട് നേതാക്കന്മാരായി ചെറുപ്പക്കാർ വരുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണിത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ആ ഒരു നിലപാടിനെതിരെ ഇപ്പോൾ ജിൻഡോ ജോൺ, അതായത് ജിൻഡോ ജോണും VR അനൂപ്, ഇവർ രണ്ടുപേരും ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ മുഖമായിട്ടുള്ള ആൾക്കാരാണ്. അതിശക്തമായ ഭാഷയിൽ തന്നെ ജിൻഡോ ജോൺ എഴുതിയിട്ടുണ്ട്, അതുപോലെ VR അനൂപ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും എതിരെ പരാതി KPCC പ്രസിഡന്റ് അയച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ നാണക്കെടുത്തി, മുഖ്യമന്ത്രിയെ രാജു പി നായർ എന്ന് പറയുന്ന വേറൊരു ചർച്ചയിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇവർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. സാധാരണ പ്രവർത്തകർക്ക് വിമർശിക്കാം, അത് കോൺഗ്രസിൻ്റെ ജനാധിപത്യമാണ്. അല്ലാതെ CPM-നെ പോലെ നിങ്ങൾക്ക് ഞങ്ങൾ അടച്ചുകൂട്ടിയിരിക്കുന്ന കമ്മിറ്റി മുറിയിൽ മാത്രമേ പ്രസംഗിക്കാൻ പറ്റൂ, പുറത്തിറങ്ങി ഞങ്ങൾ എന്ത് വൃത്തികേട് കാണിച്ചാലും നിങ്ങൾ താങ്ങിക്കോണമെന്നാണ് CPM-ന്റെ രീതി. പക്ഷെ കോൺഗ്രസിൽ അങ്ങനെയല്ല. കോൺഗ്രസിൻ്റെ ജനാധിപത്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. കോൺഗ്രസിന് ഉൾപാർട്ടി ജനാധിപത്യമൊന്നുമില്ല. ആരെയും അടിച്ചമർത്തി നിശബ്ദരാക്കാമെന്നും ഇവർ കരുതണ്ട. ഇപ്പം K സുധാകരനും KPCC പ്രസിഡന്റായി വരികയും ഈ പറയുന്ന VD സതീശൻ പ്രതിപക്ഷ നേതാവ് വരികയും ചെയ്തപ്പോൾ ആദ്യം ഇവർ പ്രസ്താവനകൾ വിലക്കുന്ന ഒരു പരിപാടിയാണ് ഉണ്ടായിരുന്നു. ആദ്യം സംസാരിക്കുന്ന അന്നേരമാണ് അന്ന് തെറിവിളി ഉണ്ട്. അപ്പോൾ ആ ഒരു നിലപാടിലോട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പം പൂക്കി സതീശൻ്റെ ചിരിയായിരുന്നു ഇത്രയും നാൾ വൈറലെങ്കിൽ ഇന്നിപ്പോൾ പൂക്കി സതീശൻ ചിരിച്ചില്ല എന്നുള്ളതാണ് വൈറലായി വന്നിരിക്കുന്നത്. ഇത് മറ്റൊന്നുമല്ല, ശരിക്കും ഒരു 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 റെപ്ലിക്ക എന്ന് പറയാം. അതാരുടെ ഈ പിണറായി വിജയൻ്റെ ഏറെ എങ്ങോട്ടും പോകണ്ട അതേ ഒരു ബോഡി ലാംഗ്വേജിലേക്കും അതേ ഒരു ഇടപാടിലേക്കും VD സതീശൻ പോകുന്ന കാഴ്ച സത്യത്തിൽ വളരെ ഖേദകരമാണ് എന്നാണ്. കാരണം ജനങ്ങൾക്ക് അതൊരിക്കലും ഇഷ്ടപ്പെടില്ല. എന്താണെങ്കിലും ശരി, ഈ അലോഷ്യസ് സേവ്യറും കൂട്ടരും KSU-കാരും യൂത്ത് കോൺഗ്രസ് അവർ ഗ്രൂപ്പൊന്നും പറയുന്നില്ല, ആരും ഗ്രൂപ്പ് പറയുന്നില്ല. ഗ്രൂപ്പ് ഇപ്പം KC-യുടെ ഗ്രൂപ്പുകാരായിപ്പോയി എന്നാണ് ഇപ്പോൾ ഇവർക്കെതിരെയുള്ള ആക്ഷേപം. ഇപ്പം ജിൻഡോ ആണെങ്കിലും അനൂപ് ആണെങ്കിലും ഈ പറയുന്ന അലോഷ്യസ് ആണെങ്കിലും ഇതിനകത്തേക്ക് ഇപ്പോഴെന്തിനാണ് ഇതുവരെ ഇല്ല എന്ന ഗ്രൂപ്പ് ഇപ്പോഴെന്തിനാണ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ മാധ്യമങ്ങൾ ഇത് നേരിട്ട് കാണുന്നതാണ്, നമ്മൾ ആരുടെയും പക്ഷം പിടിക്കുന്നതല്ല, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഒരു നീതികേടാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ നീതികേട് ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കും. അതാണ് വേണ്ടതും. കാരണം അടികൊണ്ട് ചോരയെ ഒലിപ്പിച്ച് അടികൊണ്ട് രക്തസാക്ഷിത്വം വരെ വഹിച്ച ആൾക്കാരുണ്ട് യൂത്ത് കോൺഗ്രസും ഇവരൊക്കെ. അപ്പോൾ അവരെ അടിച്ച് തല്ലി തകർത്ത് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. അതെ, ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളും സോഷ്യൽ മീഡിയ വ്യാപകമായ സാഹചര്യത്തിൽ എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ചിന്ത എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. അത് കണ്ടില്ല എന്ന് ഭാവിച്ച പിണറായിക്ക് കിട്ടിയ ജനവിധി നമ്മളിവിടെ മനസ്സിലാക്കണം.